ഒമാനിൽ നടത്തിയ US ഇറാൻ ചർച്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ശനിയാഴ്ചത്തെ ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നാണ് വിവരം. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുന്ന ചർച്ച ഏപ്രിൽ 19 തുടരും. ഇറാനിയൻ ടെലിവിഷനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം നടത്തുന്ന ആദ്യ ചർച്ചയാണിത്. ചർച്ചയുടെ പുരോഗതിയെക്കുറിച്ച് US പ്രസ്താവന നടത്തിയിട്ടില്ല. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും തമ്മിൽ ചുരുക്കത്തിൽ സംസാരിച്ചതായി ഇറാനിയൻ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഒബാമ ഭരണകൂടത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. ഹ്രസ്വമാണെങ്കിൽ പോലും ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത് നല്ല സൂചനയാണെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തീവ്ര നിലപാടുള്ളവരാണ് പലപ്പോഴും ഇറാനിലെ മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ മാധ്യമങ്ങൾ ചർച്ചയെ പോസിറ്റീവായി കണ്ടത് ശ്രദ്ധേയമാണ്. അടുത്ത ഘട്ട ചർച്ചകൾ ഏപ്രിൽ 19 ശനിയാഴ്ച നടക്കുമെന്ന് അരാങ്ചി പിന്നീട് സ്ഥിരീകരിച്ചു. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിൽ കൂടിക്കാഴ്ച തുടങ്ങിയത്. 2 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നീണ്ടുവന്നു. ഏകദേശം 5:50 കൂടിക്കാഴ്ച അവസാനിച്ചു. 50 വർഷമായി ഇറാനും US ശത്രുതയിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് ഈ ഉന്നതതല ചർച്ച നടക്കുന്നത്. കരാറിലെത്തിയില്ലെങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ US വ്യോമാക്രമണം നടത്തുമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം സമ്പുഷ്ടമാക്കിയ യുറേനിയത്തിൻ്റെ ശേഖരം കണക്കിലെടുത്ത് ആണവായുധം വികസിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇറാനിലെ ഉദ്യോഗസ്ഥർ സൂചനയും നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഒമാൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വിറ്റ്കോഫിനെ കൊണ്ടുപോകുന്നതിനായി വാഹനവ്യൂഹം പുറപ്പെട്ടതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. പിന്നാലെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി ചർച്ചകൾ ആരംഭിച്ചതായി എക്സിൽ കുറിച്ചു. പിന്നീട് ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനുമായുള്ള അഭിമുഖത്തിനിടെ അരാങ്ചി ചർച്ചകളെ ക്രിയേറ്റീവ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഫലമില്ലാത്ത ചർച്ചകളിൽ ഞങ്ങൾക്കോ മറുവശത്തിനോ താൽപ്പര്യമില്ല. ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ, സമയം പാഴാക്കൽ, നീണ്ടതും ക്ഷീണിപ്പിക്കുന്നതുമായ ചർച്ചകൾ, ഇതിലൊന്നും താൽപ്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു കരാറിലെത്തുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് US ഉൾപ്പെടെ ഇരുപക്ഷവും വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അത് തീർച്ചയായും എളുപ്പമുള്ള കാര്യമല്ലെന്നും അരാങ്ചി പറഞ്ഞു.